ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ് ഇന്ന് വന്നിരിക്കുന്നത് വ്ളോഗായിട്ട് തന്നെയാണ്, ഗാരേജിലെ വ്ളോഗായിട്ട് തന്നെയാണ്. പക്ഷെ നമ്മൾക്കൊരു ആക്സിഡൻറ്റ് വണ്ടി വന്നിട്ടുണ്ട്. നമ്മളുടെ വീട്ടിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് സൈഡ് ഇടിച്ച് കയറുക ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ റേഡിയേറ്റർ കണ്ടൻസർ കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട്, എയർ ഫിൽറ്റർ ജാം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡ് റൈറ്റ് സൈഡ് അപ്പുറാമിന് ചെറിയ ബെൻഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വേറൊരു ഇന്നോവ വന്ന് ഇടിക്കായിരുന്നു എന്ന് പറഞ്ഞത്, ബാക്ക് സൈഡ് വേറൊരു ഇന്നോവ വന്ന് ഇടിക്കായിരുന്നു എന്ന് പറഞ്ഞത്. ഇതിൻ്റെ ക്വാർട്ടർ ഗ്ലാസും പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾക്കിപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വണ്ടി ഈ ഒരു ഏരിയയിലാണ് കൊണ്ടിട്ടാണത്. നമ്മൾക്ക് ഇത് മാറ്റി ഇതിനെ നമ്മുടെ വീടിൻ്റെ അവിടേക്ക് ആക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അയച്ചിട്ട് ആദ്യം സ്റ്റാർട്ടിങ്ങിൻ്റെ പരിപാടി നോക്കണം. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടി ആദ്യം നോക്കാം കേട്ടോ. ഇടിച്ച് ഇത്രയ്ക്കും ജാമുണ്ട് കേട്ടോ. ഇന്ന സൈഡിലേക്ക് നമ്മുടെ AC-യുടെ കംപ്രസറായിട്ട് ടൈറ്റായി നിൽക്കുകയാണത് കേട്ടോ. അപ്പോൾ ഇത്ര ഇടിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് വലിച്ചു ഊരിയാലേ നമുക്ക് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ വലിച്ചു തരാം കേട്ടോ. വണ്ടിയുടെ അകത്താണ് അപ്പോൾ നമ്മളുടെ റേഡിയേറ്ററിൻ്റെ എല്ലാ സൈഡിലും ഓസുകളും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ആ ഒരു കൂളൻ്റെ ടാങ്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പൊട്ടി തവിടി വെച്ചിട്ടുണ്ട്. നമുക്കിത് ഇനി ഊരിയെടുക്കാം. ഫാൻ ലോക്ക്. ഔസൈക്കാണ് ഔസൈക്ക്
ഓക്കെ, അപ്പോൾ നമ്മളതിൻ്റെ മൊത്തം റേഡിയേറ്റർ കണ്ടൻസർ കാര്യങ്ങളെല്ലാം അയച്ചു. എൻജിന് ഫ്രീ ആക്കിയിട്ടുണ്ട് കേട്ടോ. എൻജിൻ ഫ്രീ ആയിട്ടുണ്ട്. വേറെ ഇമ്പാക്റ്റൊന്നും എൻജിന്മേക്കൊന്നും വന്നിട്ടില്ല കേട്ടോ. ഇനി നമ്മൾക്ക് കണക്ട് ചെയ്തിട്ട് സെൽഫ് അടിക്കാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൂളൻ്റ് വണ്ടിയിലില്ല, എനിക്കറിയാം. അതുകൊണ്ട് വണ്ടി അവിടെ വരെ നീക്കിയാൽ മതി. അതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തു. നീ സെൽഫ് അടിച്ചേ. അപ്പോൾ നമ്മളുടെ എൻജിൻ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി നമ്മൾ അധികം നേരം ഇടണില്ല. എത്രയും പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് കയറ്റിയിടാം. അവിടെ മോണ്ടടച്ചോ വരുന്നുണ്ട്. ഇല്ലില്ല അപ്പോട്ടെ. അപ്പോൾ വണ്ടി ഈ സൈഡ് ക്വാർട്ടർ പാനലാണ് കംപ്ലയിൻറ്റ്, അല്ല ഈ സൈഡ് അപ്പുറമാണ് കംപ്ലയിൻറ്റ്. അതേപോലെ തന്നെ സെൻറ്ററിലെ ക്രോസ് ബാർ ബാക്കിലേക്ക് പോയിട്ടുണ്ട്. ചേസിൻ്റെ ക്രോസ് ബാർ ചെറുതായിട്ട് ബെൻഡായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എൻ്റെ ഈ ഒരു ചാനൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ഫുൾ വർക്കിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഈ ചാനലിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വണ്ടിയുടെ സ്റ്റാർട്ട് ചെയ്തിട്ട് അധികം കയറ്റിടാന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ. മതി അതിരാ. നമ്മൾ ഏത് കാരണവശാലും വണ്ടി ഇടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ അതിൻ്റെ ബാറ്ററി മൈനസ് എപ്പോഴും റിമൂവ് ചെയ്ത് ഇടണം കേട്ടോ. അപ്പോൾ വണ്ടി റിമൂവ് ചെയ്തിട്ടാൽ പോലും, ഇപ്പോൾ അതേപോലെ സാധനങ്ങളെല്ലാം അയച്ചു വെച്ചാൽ പോലും എവിടെയെങ്കിലും ഷോർട്ടേജും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതിൻ്റെ ബോഡി കാര്യങ്ങളെല്ലാം ബെൻഡായതാണ്. അതിൻ്റെ കൂടെ തന്നെ വയറിംഗ് ഹാർനസ്സൊക്കെ ബെൻഡായിട്ടുണ്ടാവും. അപ്പോൾ ചെറിയ ഷോർട്ടേജ് വന്ന് വയറിംഗ് ഹാർനസ്സിനൊന്നും പറ്റാത്ത രീതിയിൽ എല്ലാ ടൈമിലും സ്റ്റാർട്ട് ചെയ്യുക. അത്യാവശ്യ സമയങ്ങളിൽ മാത്രം ബാറ്ററി കണക്ട് ചെയ്യുക. അല്ലാത്ത സമയങ്ങളിലൊക്കെ ബാറ്ററി മൈനസ് റിമൂവ് ചെയ്തിടണം കേട്ടോ. അടച്ചു.